അതിക്രമ പരാതിയിൽ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം. സംഭവത്തിൽ 17 വർഷം കഴിഞ്ഞാണ് പരാതി നൽകിയതെന്നും കാലതാമസം ഉൾപ്പെടെ കണക്കിലെടുത്താണ് ജാമ്യം നൽകുന്നത് എന്നും കോടതി. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ. വിവരങ്ങളുമായി ഷപ്ന സേതു ചേർന്നു. ഷപ്ന, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ബാലചന്ദ്ര മേനോനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് നടി പരാതിപ്പെടുന്നത്. ഇന്ന് കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? സേതുലക്ഷ്മി, ബാലചന്ദ്ര മേനോൻ ഈ കേസ് എന്ന ആവശ്യപ്പെടുകയൊപ്പം തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജിയിൽ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ ഹർജി പരിഗണിച്ചത്. കോടതി ഇന്ന് നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. 17 വർഷം മുമ്പാണ് ഇത്തരം ഒരു സംഭവം നടന്നു എന്ന് ഈ നടി ആരോപണം ഉന്നയിച്ചത്. ആലുവ സ്വദേശിനിയായ നടിയാണ് ഇത്തരം ആരോപണവുമായി രംഗത്തെത്തിയത്. 17 വർഷം മുമ്പ് നടന്ന സംഭവം എന്നത് അതിനുശേഷം പരാതി നൽകിയിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു പരാതി. ഈ പരാതി നൽകാനുണ്ടായ കാലതാമസമാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി കണ്ടെത്തുകയും ചെയ്ത്. അതോടൊപ്പം തന്നെ കോടതി ഒരു സുപ്രധാനമായ നിരീക്ഷണം നടത്തുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ട് എന്നാണ് കോടതി പറയുന്നത്. മറ്റൊന്ന്, വർഷങ്ങളോളമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. 40 സിനിമകൾ ചെയ്ത അറിയപ്പെടുന്ന ചലച്ചിത്രകാരനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചയാളാണ്. പരാതി ഇത്തരത്തിൽ വൈകിയതിന്റെ കാരണം കൃത്യമായി പരാതിക്കാരി തന്നെ ഉന്നയിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകുകയാണ് എന്ന് കോടതി വ്യക്തമാക്കി. തുടർന്നാണ് ഈ ഇടക്കാല മുൻകൂർ ജാമ്യം സ്ഥിരപ്പെടുത്തിയത്. ശരി ഷപ്ന.